വിക്രമാദിത്യ കഥകൾ ഭാഗം 31. രാജാവിനും പേശാ മാടന്തയ്ക്കുമിടയിൽ ഒരു തിരശീല കൊണ്ടുവന്ന് കെട്ടിയിട്ട് അദ്ദേഹത്തോട് രസരഞ്ജിക പറഞ്ഞു, ഹേ മഹാത്മാവേ, താങ്കൾ 10 വാതിലുകളും കടന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നത് പേശാ മാടന്തയെ വിവാഹം കഴിക്കാനാണെന്ന് എനിക്കറിയാം. ഇനി ഒരു നിബന്ധന കൂടിയുണ്ട്. തിരശീലയ്ക്കപ്പുറത്തിരിക്കുന്ന പേശാ മാടന്തയെ കൊണ്ട് പുലരുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ 3 വാക്ക് പറയിക്കണം. അതിന് കഴിഞ്ഞാൽ താങ്കൾക്ക് പേശാ മാടന്തയെ വിവാഹം കഴിക്കാം. ഇത് പറഞ്ഞ് രസരഞ്ജികയും തോഴിമാരും ആഗതൻ എന്തു ചെയ്യാനാണ് ഭാവമെന്ന് കാണാൻ നോക്കിയിരിപ്പായി. വിക്രമാദിത്യൻ പേശാ മാടന്തയോട് പറഞ്ഞു, ഹേയ് സുന്ദരി, നിന്നെ കാണാൻ വേണ്ടി എത്രയോ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നീയാകട്ടെ എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. നിന്റെ കുയിൽനാദം കേൾക്കാൻ അക്ഷമനായിരിക്കുന്ന എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. പേശാ മാടന്ത ഒറ്റ അക്ഷരം ഉരിയാടിയില്ല. വിക്രമാദിത്യൻ വേതാളത്തെ തിരശീലയിലേക്ക് കയറ്റിയതിനു ശേഷം തിരശീലയോട് പറഞ്ഞു, അല്ലയോ തിരശീലേ, പേശാ മാടന്ത എന്നോട് സംസാരിക്കാതെ പിണങ്ങിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല. ഏതായാലും നീ ഒരു കഥ പറയൂ. അപ്പോൾ തിരശീലയ്ക്കുള്ളിലിരുന്ന് വേതാളം പറഞ്ഞു, ഞാൻ സാധാരണയായി മനുഷ്യരോട് സംസാരിക്കാറില്ല. എങ്കിലും മഹാനായ അവിടുന്ന് ആജ്ഞാപിക്കുന്നത് കൊണ്ട് ആദ്യമായി എൻ്റെ കഥ പറയാം. ഞാൻ ആദ്യം ഒരു വിത്തായിരുന്നു. ഒരു കൃഷിക്കാരൻ അതെടുത്ത് തൻ്റെ നിലത്തിൽ കൊണ്ടുചെന്ന് പാകി. മഴ പെയ്തപ്പോൾ ഞാൻ മുളയ്ക്കുകയും ചെടിയായി തീരുകയും ചെയ്തു. പരുത്തിച്ചെടി എന്നായിരുന്നു എൻ്റെ പേര്. പ്രായപൂർത്തിയായപ്പോൾ സന്താനോൽപാദനം നടന്ന് കായും കനിയുമായി മാറി. അതിൽ നിന്ന് കൃഷിക്കാരൻ പഞ്ഞിയെടുത്തു. അവനത് കുറേ സ്ത്രീകൾക്ക് വിറ്റു. സ്ത്രീകൾ പഞ്ഞി നൂലാക്കുകയും നൂലിൽ നിന്ന് തുണി ഉണ്ടാക്കുകയും ചെയ്തു. ആ തുണി ഒരു വ്യാപാരിയിൽ നിന്നും പേശാ മാടന്ത വിലയ്ക്ക് വാങ്ങി. പേശാ മാടന്ത തുണി ഒരു തയ്യൽക്കാരനെ ഏൽപ്പിച്ചു. അയാൾ എന്നെ കീറി മുറിച്ച് വീണ്ടും തുന്നിപ്പിടിപ്പിച്ച് തിരശീല എന്ന പേരിൽ ആക്കിയിരിക്കുന്നു. ഇപ്പോഴാകട്ടെ ഞാൻ ബന്ധനത്തിലുമാണ്. എന്നെ വലിച്ചു കെട്ടി നിർത്തിയിരിക്കുന്നതിനാൽ മിണ്ടാൻ പോലും പ്രയാസം. തിരശീലയുടെ സംസാരം കേട്ട് പേശാ മാടന്തയും മറ്റുള്ളവരും അത്ഭുതത്തോടെ നോക്കി. അവർ കഥ കേൾക്കുവാൻ വേണ്ടി തിരശീലയുടെ ബന്ധനങ്ങൾ അഴിച്ചു കളഞ്ഞു. ബന്ധന വിമുക്തയായ തിരശീല കഥ പറയാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, തിരശീല പറഞ്ഞ കഥ നമുക്ക് കേട്ടാലോ? കഥയൊന്ന്, വാക്കും ഒന്ന്. കീർത്തികേസരി എന്ന രാജകുമാരനും വിശ്വകേസരി എന്ന മന്ത്രികുമാരനും ആത്മസുഹൃത്തുക്കളായിരുന്നു. ഒരു നിമിഷം പോലും തമ്മിൽ പിരിഞ്ഞിരിക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. സകല ശാസ്ത്രങ്ങളിലും വിദ്യകളിലും പ്രാവീണ്യം സമ്പാദിച്ച കുമാരന്മാർ ഒരു ദിവസം നായാട്ടിന് പുറപ്പെട്ടു. വനപ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടന്ന് അവർ ഒരു ക്ഷേത്രത്തിന് അരികിലെത്തി. അവിടെ ശുദ്ധജലം നിറഞ്ഞു നിന്നിരുന്ന ഒരു തടാകമുണ്ടായിരുന്നു. രാജകുമാരൻ യാത്രാക്ഷീണത്താൽ അവിടെ കിടന്നു. അല്പം കൂടി ചുറ്റി വരാമെന്ന് നിശ്ചയിച്ച് പുറപ്പെട്ട മന്ത്രികുമാരൻ ഒട്ടകലെയായി കയ്യിൽ പൂച്ചെണ്ടോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ വിഗ്രഹം കണ്ടു. ശില്പകലാ ചാതുര്യത്താൽ ആ പ്രതിമ ജീവനുള്ള ഒരു സുന്ദരിയുടെ പ്രതീതി ഉണ്ടാക്കി. സ്ത്രീലോലുപനായ രാജകുമാരൻ ഇത് കണ്ടാൽ ആപത്താണെന്നറിഞ്ഞ് മന്ത്രികുമാരൻ പെട്ടെന്ന് മടങ്ങി വന്നു. അല്പം കഴിഞ്ഞപ്പോൾ രാജകുമാരന് ചുറ്റിത്തിരിഞ്ഞ് കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടായി. രാജകുമാരൻ പോകുന്നതിന് കൂട്ടുകാരന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വടക്ക് ദിക്കിലേക്ക് മാത്രം പോകരുതെന്ന് അയാൾ താക്കീത് ചെയ്തു. രാജകുമാരൻ ചുറ്റി നടന്ന് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നടക്കവേ വടക്കോട്ട് പോകരുതെന്ന് മന്ത്രികുമാരൻ പറഞ്ഞ കാര്യം ഓർത്തു. അതിനെന്തോ കാരണമുണ്ടെന്നും അവിടെ എന്തെങ്കിലും കാഴ്ചയുണ്ടായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. ജിജ്ഞാസ സഹിക്കാൻ കഴിയാതെ രാജകുമാരൻ വടക്കോട്ട് തന്നെ നടന്നു. ഒട്ടകലെയായി കയ്യിൽ പൂച്ചെണ്ടേന്തി നിൽക്കുന്ന യുവസുന്ദരിയുടെ പ്രതിമ അയാളുടെ മനസ്സിനെ ഇളക്കി മറിച്ചു. അയാൾ അങ്ങോട്ട് ചെന്ന് പൂച്ചെണ്ട് തരുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഉന്മത്തനായി നിലകൊണ്ടു. രാജകുമാരനെ അന്വേഷിച്ചിറങ്ങിയ കൂട്ടുകാരൻ ഈ രംഗം കണ്ട് പരിഭ്രമിച്ച് അയാളെയും കൂട്ടി ക്ഷേത്രത്തിലെ കാര്യസ്ഥന്റെ അരികിലേക്ക് നടന്നു. മന്ത്രികുമാരൻ ക്ഷേത്ര കാര്യസ്ഥനോട് അന്വേഷിച്ചു.
കുറച്ചകലെ കയ്യിൽ പൂച്ചെണ്ടോട് കൂടി നിൽക്കുന്ന പ്രതിമയെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ആ കാര്യസ്ഥൻ പറഞ്ഞു, ഇവിടെ നിന്ന് 25 നാഴിക അകലെയുള്ള കൂടൽ എന്ന നഗരത്തിലെ കോതശാസ്ത്രിയാണ് ഇത് നിർമ്മിച്ചത്. അയാളെ കണ്ട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു, ഞാൻ ആ ശില്പിയെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എൻ്റെ കൂട്ടുകാരൻ ഞാൻ വരുന്നതുവരെ നിങ്ങളുടെ ഒപ്പം താമസിക്കട്ടെ. ചിലവിലേക്കായി തൽക്കാലം ഈ മുത്തുമാല കൈവശം വെച്ചോളൂ. അമൂല്യമായ മുത്തുമാലയും കൊടുത്ത് രാജകുമാരനെ അവിടെ തന്നെ താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്ത് മന്ത്രികുമാരൻ കോതശാസ്ത്രി എന്ന ശില്പിയെ തിരയാൻ പുറപ്പെട്ടു. അന്വേഷിച്ചന്വേഷിച്ച് ഒടുവിൽ അയാളെ കണ്ടെത്തി. മന്ത്രികുമാരൻ ആ ശില്പിയോട് ക്ഷേത്ര പരിസരത്തിൽ നിർമ്മിച്ച ശില്പത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ആ ശില്പി പറഞ്ഞു, ഒരു ദിവസം രാത്രി ഒരു കുശവൻ എന്നെ ഏൽപ്പിച്ച രത്നത്തിന് പ്രതിഫലമായി ഞാൻ 1000 പണം കൊടുത്തു. പകൽ നേരത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് രത്നമല്ലെന്നും വെറുമൊരു നഖമാണെന്നും വ്യക്തമായി. എന്തായാലും ഇത്ര സുന്ദരമായ നഖമുള്ള ഒരുവൾ അസാമാന്യ സുന്ദരിയായിരിക്കുമെന്ന് കരുതി ഞാൻ ഭാവനയിലൂടെ ഒരു സ്ത്രീരൂപം കൊത്തിയുണ്ടാക്കി അത് ക്ഷേത്രത്തിനരികിൽ സ്ഥാപിക്കുകയും ചെയ്തു. മന്ത്രികുമാരൻ ആ കുശവനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് കുറേയേറെ യാത്ര ചെയ്ത് അവനെ കണ്ടെത്തുകയും നഖത്തിൻ്റെ കാര്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുശവൻ പറഞ്ഞു, ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാർക്കോടക വനത്തിലെ ഒരു വേടൻ ഒരു നഖം കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. വല്ല രത്നവുമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് വാങ്ങി. പകരം കുറെ മൺപാത്രങ്ങൾ കൊടുത്തു. പിന്നീടാണ് അത് വെറുമൊരു നഖമാണെന്ന് മനസ്സിലായത്. മന്ത്രികുമാരൻ അവിടെ നിന്നും കാർക്കോടക വനത്തിലേക്ക് യാത്രയായി. ഭഗീരഥ പ്രയത്നം ചെയ്ത് വേടനെ കണ്ടെത്തി. നഖത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാമോ എന്ന് മന്ത്രികുമാരൻ ആ വേടനോട് ചോദിച്ചു. അപ്പോൾ വേടൻ മറുപടി പറഞ്ഞു, ഞാനൊരു ദിവസം കാട്ടിൽ നായാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശമുള്ള വസ്തു നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. വില പിടിച്ച എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് സൂക്ഷിച്ചു വെച്ചു. പിന്നീടാണ് അതൊരു നഖമാണെന്ന് മനസ്സിലായത്. അത് ഞാൻ ഒരു ദിവസം കുശവന് കൊടുക്കുകയും ചെയ്തു. നഖത്തെപ്പറ്റി ഇനി ആരോട് തിരക്കാനാണ്? എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. നഖത്തിൻ്റെ ഉടമസ്ഥയെ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അസ്വസ്ഥനായി തീർന്ന മന്ത്രികുമാരൻ ഹൃദയഭാരവും പേറി ആ വനമധ്യത്തിൽ അലക്ഷ്യമായി അലഞ്ഞു നടന്നു. സന്ധ്യയായി. ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ വനത്തിലാണ് മന്ത്രികുമാരൻ എത്തപ്പെട്ടിരിക്കുന്നത്. രാത്രിയായാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മന്ത്രികുമാരൻ ഒരു ആൽവൃക്ഷത്തിന് ചുവട്ടിൽ ചെന്ന് അനങ്ങാതെ ഇരിപ്പായി. ഇത് കണ്ട് അവിടെ താമസിച്ചിരുന്ന 1000 കിളികളുടെ നായകനായ രാജകിളി ചോദിച്ചു, അല്ലയോ മനുഷ്യ, നീ എന്തിനാണ് കാട്ടുമൃഗങ്ങൾക്കിരയാകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്? ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വേഗം ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നോളൂ. മന്ത്രികുമാരൻ ചോദിച്ചു, കിളി രാജാവേ, മൃഗങ്ങൾ കൊന്നു തിന്നുന്നതിൽ എനിക്ക് പേടിയില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നേടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ട് ഒരു വേടന് ഇവിടെ നിന്ന് ഒരു മനുഷ്യനഖം കിട്ടിയത്രേ. അതെങ്ങനെ വന്നു ചേർന്നുവെന്ന് നിനക്കറിയാമോ? എന്നാൽ ആ രാജകിളിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് രാജകിളി തൻ്റെ അനുയായികളായ 1000 കിളികളോട് നഖത്തെപ്പറ്റി അന്വേഷിച്ചു. അവരാരും അത് കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അവസാനം കൂട്ടത്തിൽ ഒരു കിളി പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ 7 കടലും 7 ദ്വീപും കടന്ന് ഫലസമൃദ്ധമായ ഒരു വനത്തിലെത്തി. വിശിഷ്ടങ്ങളായ അനവധി ഫലങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവിടെയെല്ലാം പറന്നു നടക്കുമ്പോൾ 7 നിലയുള്ള ഒരു മണിമാളിക കാണപ്പെട്ടു. അതിൻ്റെ മുകളിൽ രൂപസൗന്ദര്യമുള്ള ഒരു യുവതി തൻ്റെ മുടി കോതിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചെറുവിരലിൽ നിന്ന് തെറിച്ചു വീണ നഖം കണ്ട് രക്തമാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയും അത് കൊത്തിക്കൊണ്ടുവന്ന് അങ്ങേക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. എല്ലാവരും മധുരഫലങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ മാത്രം നഖം കൊണ്ടുവന്നതിൽ അങ്ങ് കോപിച്ച് എൻ്റെ തലയിൽ കൊത്തുകയും നഖം വലിച്ചെറിയുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ അത്? രാജകിളിയോട് ആ കിളി ചോദിച്ചു. പെട്ടെന്ന് തന്നെ രാജകിളിക്ക് ആ സംഭവം ഓർമ്മ വന്നു.
എങ്ങനെയാണ് ആ യുവതി താമസിക്കുന്ന ദ്വീപിലേക്ക് എത്തിച്ചേരുക എന്ന മന്ത്രി കുമാരന്റെ ചോദ്യത്തിന് കുറച്ചകലെയുള്ള ഒരു വൻ വൃക്ഷത്തിൽ ദമ്പതികളായ 2 ആനറാഞ്ചി പക്ഷികൾ വസിക്കുന്നുണ്ടെന്നും അവർ വിചാരിച്ചാൽ ദ്വീപിലേക്ക് എത്താൻ കഴിയുമെന്നും രാജകിളി ഉപദേശിച്ചു. മന്ത്രികുമാരൻ ആനറാഞ്ചി പക്ഷികൾ താമസിക്കുന്ന വൻ വൃക്ഷം തിരഞ്ഞു കണ്ടുപിടിച്ചു.